വ്യാപാരി വ്യവസായി സമിതി സ്വീകരണം നൽകി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സമിതി അംഗങ്ങളായ ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ സ്വാഗതവും ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഭരണം എന്ന് പറയുന്നത് പഴയകാലത്തെ പോലെ അല്ല എന്ന് കഴിഞ്ഞ കാലത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുൻകാലങ്ങളിൽ ഒരു നാട്ടു മധ്യസ്ഥത്തിൻ്റെ തലത്തിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും ഒക്കെയുള്ളവർ, ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും നഗരസഭയും എന്നുള്ള നിലയിൽ പിന്നീട് അപ്ഗ്രേഡ് ചെയ്തിട്ട് നഗരസഭയായതാണ്. സുബ്രഹ്മണ്യനായി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. OK കുഞ്ഞിക്കണ്ണൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. കരുവള്ളൂരിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരു നേതൃത്വ നിര, കരുവള്ളൂർ സമരനായകനായിട്ടുള്ള കൃഷ്ണമാസ്റ്റർ ഉൾപ്പെടെ ഉള്ളൊരു നേതൃത്വ നിര പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചുമതല നിർവഹിച്ചു വന്നിട്ടുള്ളവരാണ്. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, സമിതി അംഗങ്ങളായ പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, കൗൺസിലർമാരായ M പ്രദീപൻ, KP മധു, TV രജിത, TP ഷെരീഫ്, KC നിഖിൽ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV ഗോപി, T ബാലകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. P പ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.